ബൈജു, നമ്മളാണ് ഈ വാർത്ത ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് ആദ്യം എത്തിച്ചിരിക്കുന്നത്. അത്തരത്തിൽ അർജുനുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതും കൂടി ഇപ്പോൾ പറയുന്നു. പക്ഷേ അർജുൻ്റേതാണോ ഈ മൃതദേഹം എന്നുള്ള കാര്യം അറിയില്ല, നമുക്കത് സ്ഥിരീകരിക്കാറുമായിട്ടില്ല. ഈ അർജുന്റെ ബന്ധുക്കൾ അവിടെ ഉണ്ടായിരുന്നല്ലോ ബൈജു, അവര് നാട്ടിലേക്ക് മടങ്ങിയോ? അത് സംബന്ധിച്ച വിവരങ്ങൾ, അവരുടെ എന്തെങ്കിലും പ്രതികരണങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? തീർച്ചയായും അശ്വതി, ബന്ധുക്കൾ ഇപ്പോൾ പ്രധാനമായും ആവശ്യപ്പെടുന്നത് ഇത് സംബന്ധിച്ച് DNA പരിശോധന നടത്തണമെന്ന ഒരു ആവശ്യമാണ്. ഇന്നലെ വൈകിട്ടാണ് ജിതിൻ ഈ ശിരൂരിൽ നിന്നും നാട്ടിലേക്ക് തിരിച്ചത്, അദ്ദേഹത്തിന്റെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ജിതിൻ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയാണ് ജിതിൻ ഇത്തരത്തിൽ നാട്ടിലേക്ക് തിരിച്ചത്. ആ സമയത്തും നമ്മൾ ജിതിനുമായി സംസാരിച്ചു കൊണ്ടിരുന്നു. ഈ തിരച്ചിൽ എപ്പോൾ പുനരാരംഭിക്കുന്ന സമയത്ത് സംഭവം സംബന്ധിച്ച് വലിയ അനിശ്ചിതത്വം തുടരുന്നൊക്കെ ഒരു സാഹചര്യമുണ്ട്. ഹൈക്കോടതിയുടെ ഇടപെടലുണ്ട്. അത്തരത്തിൽ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ നമുക്ക് ആദ്യം തന്നെ ന്യൂസ് 18 വിവരം പുറത്ത് വിടുന്നത്. ഇത്തരത്തിൽ ഒരു മൃതദേഹം കണ്ടെത്തിയ മൃതദേഹ അവശിഷ്ടം എന്ന് പറയാം. അത്തരത്തിൽ വളരെ ജീർണിച്ച അവസ്ഥയിലുള്ള ഒരു മൃതദേഹാവശിഷ്ടമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും അത് പെട്ടെന്ന് ഇതിലൊരു ഉത്തരം ലഭിക്കുമെന്ന് തോന്നുന്നില്ല. അശ്വതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം, ഈ അർജുനു വേണ്ടിയുള്ള വലിയ കാത്തിരിപ്പായിരുന്നു കഴിഞ്ഞ സമയങ്ങളിലൊക്കെ. ശിരൂരിൽ നമ്മൾ ക്യാമ്പ് ചെയ്ത് ഓരോ വിവരങ്ങളും ഇത് സംബന്ധിച്ച് നമ്മൾ നൽകിക്കൊണ്ടേയിരുന്നു. ആദ്യം തന്നെ വിവരങ്ങൾ എത്തിക്കുക, അത്തരത്തിൽ ഓരോ ഘട്ടം പിന്നിട്ടു. പക്ഷെ അപ്പോഴും ഈ ക്യാബിനകത്തായിരിക്കുമോ, ഈ ലോറിയുടെ അകത്ത് ക്യാബിനകത്തായിരിക്കുമോ, അതല്ല വലിയ തോതിൽ മണ്ണ് ഇടിഞ്ഞ് ഈ പുഴയിൽ വീണ ഒരു സാഹചര്യമുണ്ട്, അവിടെ എവിടെയെങ്കിലും ഇത്തരത്തിൽ അർജുന്റെ മൃതദേഹം ഉണ്ടാകുമോ എന്ന തരത്തിലൊക്കെ വലിയ തോതിൽ ചർച്ചയൊക്കെ നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയെന്ന വിവരം പുറത്തു വരുന്നത്. പക്ഷേ അപ്പോഴും 3 പേരാണ് ഇനി കണ്ടെത്താനുള്ളത്. 3 പേരെയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകേഷ്, അതുപോലെ തന്നെ ജഗന്നാഥ്, ഒപ്പം അർജുൻ, ഈ 3 പേരെ കണ്ടെത്താനുണ്ട്. ഈ 3 പേരെയും കണ്ടെത്താൻ വേണ്ടിയുള്ള തിരച്ചിൽ ഉടൻ ആരംഭിക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല തിങ്കളാഴ്ച ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാനും കർണാടക സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. നാളെ മുതൽ തിരച്ചിൽ പുനരാരംഭിക്കും എന്നൊക്കെ വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായിരുന്നു. പക്ഷെ അത് 6 ദിവസമാണ് ഇത്തരത്തിൽ കാണാതായിട്ടുള്ളത്. പക്ഷെ ഈ മൃതദേഹം അതിലും കൂടുതൽ പഴക്കമുണ്ട് എന്ന ഒരു വിവരമാണ് ലഭിക്കുന്നത്. ഇത് ഏതായാലും പുരുഷന്റെ മൃതദേഹമാണെന്ന ഒരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഇത് ഇനി തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു മൃതദേഹമായതുകൊണ്ട് തന്നെ അത് നമുക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരും. ഏതായാലും ഈശ്വർ മൽപ്പ ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഈ മൃതദേഹം പുറത്ത് എത്തിക്കാനും ഈ കടലിൽ ഒഴുകി നടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയതും. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇനി പോലീസിന്റെ ഭാഗത്തുനിന്ന്, ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നാണ് സ്ഥിരീകരണം വരുന്നത്. ഏതായാലും ബന്ധുക്കൾ ഇത് സംബന്ധിച്ച് DNA പരിശോധന നടത്തണം എന്ന ഒരു ആവശ്യം ഇപ്പോൾ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. കാരണം മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ഒരു മൃതദേഹ അവശിഷ്ടങ്ങളാണ് എത്തിയത്. ഏതായാലും അർജുന്റേതാണോ എന്ന വലിയ ഒരു ചോദ്യം. കാരണം അത്രത്തോളം കാത്തിരിപ്പായിരുന്നു. ആദ്യം അർജുനെ ജീവനോടെ കണ്ടെത്തുമെന്നാണ് നാം പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ പിന്നീട് അവസാനമായി ഒരു നോക്ക് അവർ ബന്ധുക്കൾക്കും ഒപ്പം കേരളത്തിലെ ഒരുപാട് കുടുംബങ്ങൾക്ക് അർജുൻ പ്രിയപ്പെട്ടവനായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു അവസാനമായ ഒരു നോക്ക് അർജുനെ കാണാൻ പറ്റുമോ എന്ന ഒരു ചോദ്യമായിരുന്നു ചോദിച്ചെങ്കിൽ പിന്നീട് വലിയ അനിശ്ചിതത്വം ഈ കാര്യത്തിൽ ഉണ്ടായി. അർജുൻ എവിടെ എന്ന ചോദ്യം, അർജുന്റെ ലോറി എവിടെ എന്ന ചോദ്യം, ഇതിനൊക്കെ ഒരു ഉത്തരം ആണോ ഇത് എന്ന ഒരു വലിയ നിർണായകമായ ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഈ സംഭവം കണ്ടിട്ടുള്ളത്. ജില്ലാ കളക്ടർ ഉൾപ്പെടെ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഏതായാലും ഈ മണ്ണിടിച്ചിൽ ഉണ്ടായ സമയത്ത് 7 പേരായിരുന്നു മൃതദേഹം കണ്ടെത്തിയിരുന്നത്. പിന്നീട് ഒരു സ്ത്രീ ഇത്തരത്തിൽ ഒഴുക്കിൽപ്പെട്ടു പോയിരുന്നു. അവരുടെ മൃതദേഹവും ജീർണാവസ്ഥയിലായിരുന്നു 6ാം നാളോടുകൂടി കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ മത്സ്യത്തൊഴിലാളിയുടേതാകാൻ സാധ്യതയില്ല എന്നൊരു വിവരമാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്നതെങ്കിലും കൃത്യമായ സ്ഥിരീകരണം ഇതിനൊക്കെ ലഭിക്കേണ്ടതുണ്ട്. അതിനായുള്ള കാത്തിരിപ്പാട്. ഏതായാലും അർജുന്റെ കുടുംബം അവർ ഈ ഇവിടത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഏതായാലും നാളെ രാവിലോട് കൂടി മാത്രമേ അവർ ഇവിടെ എത്തൂ. പക്ഷേ ഈ മൃതദേഹം DNA സാമ്പിളുകൾ അവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. അത് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കും. ഏതായാലും ആദ്യം ന്യൂസ് 18 ഇത്തരത്തിലൊരു മൃതദേഹം കണ്ടെത്തിയെന്ന വിവരവും പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നത്. ഈ വാർത്ത നമ്മൾ ഓരോ ഘട്ടത്തിലും പിന്തുടരുന്നുണ്ടായത്. ഇതിനിടയിലാണ് വയനാട് വലിയ ദുരന്തം, നമുക്ക് താങ്ങാനാവുന്നതിലും അപ്പുറം വലിയൊരു ദുരന്തം വയനാടുണ്ടായത്. അപ്പോഴും ശിരൂരിൽ എന്ത് സംഭവിക്കുന്നു എന്ന കാര്യത്തിൽ ന്യൂസ് 18 തേടിക്കൊണ്ടിരുന്നു. കൃത്യമായ അപ്ഡേറ്റുകൾ നമ്മൾ നൽകിക്കൊണ്ടിരുന്നു. ഇപ്പോൾ വളരെ നിർണായകമായ ഒരു വിവരമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. എന്തായാലും
അവസാനമായി ഒരു നോക്ക് ഇത്തരത്തിൽ അർജുനെ കാണാൻ പറ്റുമോ എന്ന ഒരു ചോദ്യത്തിന് ഉത്തരം അത് ഇനി കുറച്ച് സമയം കൂടി എന്തായാലും കാത്തിരിക്കേണ്ടി വരും. അശ്വതി. ശരി, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അർജുന്റേതാണോ എന്ന് അറിയില്ല, എങ്കിലും ഒരു മൃതദേഹം അവിടെ ഷിരൂരിൽ നിന്നും ലഭിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. KP അഭിലാഷ് കൂടി ചേരുന്നു നമുക്കൊപ്പം. അഭിലാഷ്, നമ്മൾ